നമസ്കാരം, ഞാൻ ഡോക്ടർ നവ്യ രാജീവ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമുക്കാർക്കും പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാത്ത ഏവർക്കും സുപരിചിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീമതി കലാമണ്ഡല സത്യഭാമ ടീച്ചർ. നമസ്കാരം. നമസ്തേ. പറയൂ. എനിക്കിന്ന് നൃത്തത്തെ പറ്റിയിട്ട് കുറച്ച് സംശയങ്ങൾ ചോദിക്കാനാണ്. ഈ സോഷ്യൽ മീഡിയ വഴിയും പല പോസ്റ്റുകൾ വഴിയും എനിക്ക് തോന്നിയിട്ടുള്ളത് നൃത്തത്തെ പറ്റിയിട്ടുള്ള എൻ്റെ പല സംശയങ്ങളും തീർക്കാൻ എനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരാൾ ടീച്ചറാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നവ്യ ഡാൻസ് പഠിക്കണ്ടോ? ഞാൻ പഠിക്കുന്നില്ല. അത് ശരി, പഠിക്കേണ്ടവരുള്ള ആൾക്കാണല്ലോ ഇതിൻ്റെയൊക്കെ അറിവ് വേണ്ടി വരിക. അതെ, അപ്പം ഡോക്ടറാണെന്ന് പറഞ്ഞു. ഡോക്ടർ നീ ഡാൻസ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. ആ ശരി, ഓക്കെ ഓക്കെ. ഞാൻ കുഞ്ഞിലെ മുതലേ ഡാൻസ് പഠിക്കുന്ന ആളാണ് ടീച്ചർ. അപ്പം എനിക്ക് ഡാൻസിനോട് നല്ല ഇൻട്രസ്റ്റും ഉണ്ട്, താല്പര്യത്തോടു കൂടിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പല പ്രോഗ്രാമുകളും കോമ്പറ്റീഷനുകളും അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് നാൾ ബ്രേക്ക് എടുക്കേണ്ടി വന്നു. പക്ഷെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള കുറച്ച് സമയം എനിക്ക് ഡാൻസിനോട് അത്ര താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങി. ഒരു സ്റ്റേജ് പ്രോഗ്രാം ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതുമായിട്ടുള്ള നൃത്തത്തിലുള്ള പല സംശയങ്ങളും എനിക്ക് ടീച്ചറിനോട് ചോദിക്കണം. ടീച്ചറായിരിക്കും എനിക്ക് അതിന് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഉത്തരം തരാൻ പറ്റുന്ന ഒരാൾ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ടീച്ചർ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ. ഇതെന്താ ചോദിക്കൂ. എനിക്ക് എൻ്റെ അറിവ് വെച്ച് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അപ്പം ഞാൻ ഇപ്പം നവ്യ ചോദിക്കുന്നതനുസരിച്ച് എനിക്കൊരു മറുപടി തരാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഓരോന്ന് ചോദിച്ചോളൂ. അപ്പം എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ടീച്ചർ, ഇപ്പം കലോത്സവങ്ങളും സ്കൂളുകളിലാണെങ്കിലും കോമ്പറ്റീഷൻ നടക്കുന്ന സമയമാണ്. നമ്മുടെ ഉത്സവ സീസണും കൂടിയാണ്. അമ്പലങ്ങളിൽ പ്രോഗ്രാമുകൾ നടക്കുന്നു. അതിനുപരി കലോത്സവം ഇപ്പോൾ സ്കൂൾ തലവും അതേപോലെ സബ് ജില്ലകളൊക്കെ പല ദിക്കിലും കഴിഞ്ഞു. ഇനിയിപ്പോൾ ജില്ലയിലേക്ക് കടക്കാറായി കുട്ടികൾ. അപ്പം അത് നടക്കണം. അപ്പം അതിനെക്കുറിച്ച് എന്താണ് നവ്യക്ക് സംശയം? എനിക്ക് അതിൽ മത്സരിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? സമ്മാനം കിട്ടിയിട്ടില്ല. കിട്ടാത്തതിന് പല പല കാരണങ്ങളും ഉണ്ടാവും. കളി മാത്രം നന്നായാൽ പോരാ. മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? കളി മാത്രം നന്നായാലും ഇപ്പോഴത്തെ ജഡ്ജസ് മാർക്ക് ഇടുന്നില്ല. അവരതിൻ്റെ വേറെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പം നവ്യയുടെ ചോദ്യം അനുസരിച്ച് എൻ്റെ മറുപടി വരും. അപ്പോൾ ചോദിച്ചോളൂ ഓരോന്ന്. എൻ്റെ ചോദ്യം ടീച്ചർ, നമ്മൾ നൃത്തത്തിലുപരി കോമ്പറ്റീഷനുകളിൽ പോകുമ്പോൾ ജഡ്ജസ് ഭയങ്കരമായിട്ട് റിമാർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ കോസ്റ്റ്യൂമും ആഭരണങ്ങളും. അപ്പം അതിനെന്തുമാത്രം കോമ്പറ്റീഷനിലെ ജഡ്ജ്മെൻറ്റിന് പ്രാധാന്യമുണ്ട്? നൃത്തം എന്നൊരു കോളത്തിനപ്പുറം കോസ്റ്റ്യൂമിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് കോമ്പറ്റീഷനിൽ? അത് സത്യമായിട്ടുള്ളൊരു സത്യം എന്ന് പറഞ്ഞാൽ ഒരു 100-ൽ 75% ജഡ്ജസും ആപ്റ്റായിട്ടുള്ളവരല്ല വന്നിരിക്കുന്നത്. ഇപ്പം എനിക്ക് ഈ ഇടയ്ക്ക് ട്രിവാൻഡ്രത്ത് സ്കൂളിൽ നമ്മുടെ ഒരു കുട്ടി കളിക്കുകയുണ്ടായി. അപ്പോൾ ആ കുട്ടി പറയണം, കുട്ടി അസാധ്യമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. എന്നുവെച്ചാൽ ഞാൻ പഠിപ്പിച്ചതുകൊണ്ട് പറയുകയല്ല, നമുക്ക് ഇപ്പം ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ കുട്ടികൾ കളിക്കണത് നല്ലതും ചീത്തയും കണ്ട് എനിക്കറിയാമല്ലോ. ആ കുട്ടി വന്നിട്ട് പറയണം. അപ്പോൾ കണ്ടവരും, ഞാൻ പോയില്ല, കണ്ടവരും ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും പാരൻസിന് വരെ നൃത്തത്തിൻ്റെ ഒരു നല്ലതും ചീത്തയും കണ്ട് തിരിച്ചറിവുള്ള ഒരു പാരൻസാണ് ഇപ്പോൾ. പണ്ടത്തെ കാലമൊന്നുമല്ല. പിന്നെ അതേപോലെയാണ് കാണികളും. അപ്പോൾ ഒരു കുട്ടി കളിക്കുമ്പോൾ ആ കുട്ടിയുടെ ആൾക്കാരും ബന്ധുക്കളും അയലോക്കക്കാരും ഒക്കെ ചെല്ലും കാണാൻ. ഞാൻ പോയില്ല, ഞാൻ ലൈവ് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പോകാറില്ല. CD-യുടെ പറയാൻ നമ്മൾ ഗുരുക്കന്മാർ പോയിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പോകാറില്ല. അപ്പോൾ ഈ കുട്ടി അസാധ്യമായിട്ട് ചെയ്തു എന്ന് ഞാനിങ്ങനെ അറിഞ്ഞപ്പോൾ റിമാർക്സ് ചോദിച്ചപ്പോൾ അവർ പറയണേ, ഡ്രസ്സ് അത്ര പോരാ, ഓർണമെൻറ്റ്സ് അത്ര പോരാ. അപ്പോൾ അത് ഇപ്പം നവ്യ ചോദിച്ചോടത്തേക്ക് ഞാൻ വരികയാണെങ്കിൽ ഡ്രസ്സിലും ഓർണമെൻറ്റ്സിലും എന്തിരിക്കുന്ന കാര്യം? ഭരതനാട്യത്തിൻ്റെ ഒരു ഓർണമെൻറ്റ്സിൽ ഒരു ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രഡീഷണൽ സാധനങ്ങൾ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ജനിക്കണേക്കാൾ മുമ്പ് തന്നെ ഉള്ളതാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഇപ്പോൾ കലാക്ഷേത്രം സ്ഥാപിച്ച രുക്മിണി അരുണ്ടയിലാണ്. അവരൊക്കെ വെറുതെ ഒരു സാരിയൊക്കെ കൊടുത്ത്, ഒരു സാരി എന്ന് പറഞ്ഞാൽ 5 മുഴ 6 മുഴമൊക്കെ കാണും. നല്ല ലെങ്ത്തുള്ള സാരികളാണ് അവർ സ്റ്റേജിലോട്ട് ഉപയോഗിക്കുന്നത്. ആ സാരി ചുറ്റി അങ്ങ് ഉടുക്കുക.
മുഖത്ത് വലുതൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തെ മേക്കപ്പൊന്നും അന്നത്തെ കാലത്തില്ല. അപ്പോൾ രുക്മിണി അരുണ്ടയിൽ കളിക്കുന്ന പഴയ നൃത്തമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ലൈവല്ല, അല്ലാതെ നമ്മളിപ്പോൾ എല്ലാവരും എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കുമല്ലോ പണ്ടത്തെ കാര്യങ്ങൾ, അങ്ങനെ കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ല പോലെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. ഡ്രസ്സ് ഒരു സാധാരണ ഒരു സാരി ഉടുത്ത് ഇന്നത്തെ പോലെ തച്ചിട്ടൊന്നും ഇട്ടിട്ടില്ല. പൈജാമയും മറ്റുള്ള പീസ് ഒരു 5-6 പീസ് നമുക്കുണ്ടല്ലോ ഭരതനാട്യത്തിന്, അതൊന്നുമില്ല. വെറുതെ ഒരു സാരി ഉടുത്ത് കളിക്കുന്നതായിട്ട്. അതേപോലെ മേക്കപ്പ് വളരെ സിമ്പിളാണ്. ഒരു പൊട്ട് വെച്ചിട്ടുണ്ടാവും, പിന്നെ ഒരു ചുട്ടി മാത്രം, ഇവിടെ മാത്രം വെക്കുന്നതാണ് ചുട്ടി. ഈ ചുട്ടി വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് അതല്ല. ഇന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവരെ കൂടെ അഴിച്ചു വിട്ടതുപോലെയാണ്. ഇഷ്ടം പോലെ പയ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കാണാൻ കൊള്ളില്ലാത്ത ഒരു കുട്ടിയെ വരെ അവർ നന്നാക്കി മേക്കപ്പൊക്കെ ചെയ്ത് എടുക്കുന്നുണ്ട്. പക്ഷെ അതൊരുമാതിരി എന്താ പറയുക, ഓവറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു പ്രത്യേകിച്ച് അതെനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഗ്രൂപ്പ് ഡാൻസുകളിലൊക്കെയാണ്. ഗ്രൂപ്പ് നമ്മൾ 7 കുട്ടികളെയൊക്കെയാണ് മിനിമം ഒരു മത്സരത്തിന് കൊണ്ട് നിർത്തുന്നത്. ഗ്രൂപ്പ് നാടോടി നൃത്തം. അതിനകത്ത് 7 കുട്ടികളും 7 അച്ഛനമ്മമാരുടെ മക്കളല്ലേ. പക്ഷെ നമ്മൾ ഈ സ്റ്റേജിൽ അങ്ങോട്ട് വരുമ്പോണ്ടല്ലോ എല്ലാ കുട്ടികളും ഒരേപോലെയാണ്. അത്ര കഴിവുള്ള പയ്യന്മാർ വരുന്നുണ്ട് മേക്കപ്പിന്.